നമ്മൾ അള്ളാഹുവിലുള്ള വിശ്വാസം, പരലോകത്തിലുള്ള വിശ്വാസം എന്നൊക്കെ പറയുമ്പോൾ അത് അടിസ്ഥാനപരമായി ചെയ്യുന്നത് നമ്മളെ നല്ല മനുഷ്യരാക്കുകയാണ്, നമ്മളെ സമാധാന വാഞ്ചയുള്ളവരാക്കുകയാണ്, നമ്മളെ അക്രമങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കുകയാണ്, നമ്മളെ എല്ലാ അർത്ഥത്തിലും മാനവികതയുടെ വാഹകരാക്കുകയാണ് എന്ന് നമുക്കറിയാം. ഈ ദുന്യാവിൽ അള്ളാഹു മനുഷ്യരെ സൃഷ്ടിച്ചിട്ടുള്ളത് ഒരു പരീക്ഷണം എന്ന നിലക്കാണ് എന്നും കേവലം ചില പതിറ്റാണ്ടുകൾ മാത്രമാണ് നമ്മൾ ഓരോരുത്തരും ഇവിടെ ചെലവഴിക്കുന്നത് എന്നും അത് കഴിഞ്ഞാൽ നമ്മളെല്ലാം അള്ളാഹുവിലേക്ക് മടങ്ങാനുള്ളവരാണ് എന്നും അതുകൊണ്ടൊക്കെ തന്നെ ഈ ദുന്യാവ് വെട്ടിപ്പിടിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല എന്നും അങ്ങനെ വെട്ടിപ്പിടിക്കുന്നതിനു വേണ്ടി നമ്മളുടെ തന്നെ സഹോദരങ്ങളുടെ കഴുത്തിൽ കത്തിവെക്കുന്നത് ഏറ്റവും വലിയ അവിവേകമാണ് എന്നുമെല്ലാം തിരിച്ചറിയാൻ മതവിശ്വാസികൾക്ക് മാത്രമേ കഴിയൂ. നമ്മൾ നാളെ പരലോകത്താണ് നമ്മുടെ ശാശ്വതമായ ജീവിതം എന്നതുകൊണ്ട് തന്നെ ഐഹിക ലോകത്തെ ഏതെങ്കിലും അർത്ഥത്തിലുള്ള ലാഭങ്ങൾക്ക് വേണ്ടി അക്രമപ്രവർത്തനങ്ങൾക്ക് മുതിരാതെ ഇഹലോക ജീവിതത്തെ വളരെ ലാഘവത്തോടുകൂടി നിസ്സാരമായി കണ്ട് ഇവിടെ നിന്ന് ലഭിക്കുന്ന പരിമിതമായ വിഭവങ്ങളിൽ തൃപ്തിപ്പെട്ട് അള്ളാഹുവിൻ്റെ നിരീക്ഷണത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന ബോധത്തോടെ എല്ലാവിധ മൂല്യങ്ങളും മുറുകെ പിടിച്ച് നമ്മൾ ജീവിക്കണമെന്നും അങ്ങനെ ജീവിച്ചാൽ മാത്രമാണ് പരലോകത്ത് നമ്മൾക്ക് മോക്ഷമുണ്ടാകുന്നത് എന്നുമുള്ള മഹത്തായ പാഠം. ആ പാഠത്തിൻ്റെ പ്രസക്തിയും പ്രാധാന്യവും ദിനം കഴിയും തോറും നമുക്ക് മനസ്സിലായിക്കൊണ്ടേയിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ പറയുകയുണ്ടായി, ഖദ് അഫ്ലഹ മൻ അസ്ലം. മുസ്ലിം ആയത് ആരാണോ, ഇസ്ലാം സ്വീകരിച്ചത് ആരാണോ, അള്ളാഹുവിൽ നിന്ന് അവതീർണമായ മാർഗനിർദ്ദേശങ്ങളെ പുണർന്നതാരാണോ, ഇസ്ലാമിക നിർദ്ദേശങ്ങളെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് മതപരമായ ജീവിതത്തെ തെരഞ്ഞെടുത്തത് ആരാണോ അവൻ വിജയിച്ചു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. യഥാർത്ഥത്തിൽ നമ്മൾ വളരെ വിശദമായി ചർച്ച ചെയ്യേണ്ട ഒരു ആശയമാണിത്. നമ്മൾ എന്താണ് ജീവിതത്തിലെ വിജയം എന്നതിനെ സംബന്ധിച്ച് വലിയ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ സക്സസ്ഫുൾ ആയ ഒരു മനുഷ്യനാകാം, എങ്ങനെ നമ്മൾക്ക് വിജയം എത്തിപ്പിടിക്കാം എന്നതിനെ സംബന്ധിച്ച് വർക്ക്ഷോപ്പുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വിജയത്തിന്റെ വഴി വിശദീകരിച്ചു തരുന്ന സെൽഫ് ഹെൽപ്പ് പുസ്തകങ്ങൾക്ക് പുസ്തക മാർക്കറ്റിൽ പിന്നെയും പിന്നെയും പതിപ്പുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയല്ല. അത് കുറെ സമ്പത്തുണ്ടാക്കിയവനല്ല, കുറെ സ്വർണവും വെള്ളിയും ഒരുമിച്ച് കൂട്ടിയവനല്ല, മറിച്ച് പ്രപഞ്ച സ്രഷ്ടാവിന്റെ നിർദ്ദേശങ്ങൾക്ക് കീഴ്പ്പെട്ടതാരാണോ, മുസ്ലിം ആയതാരാണോ, ഇസ്ലാം സ്വീകരിച്ചതാരാണോ, ഇസ്ലാമിനെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നതാരാണോ അവനാണ് വിജയിച്ചവൻ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ നിർത്തിയില്ല. വറുസിഖ കഫാഫൻ, അവന് അള്ളാഹു വിഭവങ്ങൾ നൽകുകയും ചെയ്തിരിക്കുന്നു. ദുന്യാവിൽ ജീവിക്കുന്ന സമയത്ത് ആ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായ റിസ്ക്, വിഭവങ്ങൾ, ആ വിഭവങ്ങൾ ധനം, ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം അള്ളാഹു അവന് നൽകുകയും ചെയ്തിരിക്കുന്നു. പക്ഷേ അത് ഒരുപാട് നൽകിയിരിക്കുന്നു എന്നല്ല, അവന് ആവശ്യമുള്ളത്, അത്യാവശ്യമുള്ളത്, അവന് ജീവിച്ചു പോകാൻ മാത്രമുള്ളത്, അവന് ഇഹലോകം എന്ന് പറയുന്ന താൽക്കാലികമായ ഈ ജീവിതം താണ്ടിക്കടക്കാൻ എത്രയാണോ ആവശ്യം അത്രയും മാത്രം അള്ളാഹു അവന് നൽകിയിരിക്കുന്നു. അതല്ലാതെ ഒരുപാട് വിഭവങ്ങൾ അള്ളാഹു അവന് നൽകിയിട്ടില്ല. പക്ഷേ അങ്ങനെയായിരിക്കുമ്പോഴും പരിമിതമായ വിഭവങ്ങൾ മാത്രമേ അവൻ ഉള്ളൂ എങ്കിലും അള്ളാഹു അവനോട് മഹത്തായ ഒരു കാരുണ്യം ചെയ്തിരിക്കുന്നു. വകന്നാഹുല്ലാഹു ബിമാ ആതാഹു, അവന് നൽകിയിരിക്കുന്നതിൽ അള്ളാഹു അവന് ഖനാഅത്ത് നൽകിയിരിക്കുന്നു. അൽ ഖനാ എന്ന് പറയുന്നത്, സംതൃപ്തി എന്ന് പറയുന്നത്, ദുന്യാവിൽ നമുക്ക് എന്താണോ ലഭിച്ചിരിക്കുന്നത് അത് സന്തോഷത്തോടുകൂടി എനിക്ക് ജീവിക്കുവാൻ ഇത് മതിയായതാണ് എന്ന തിരിച്ചറിവോടുകൂടി അങ്ങനെ ജീവിക്കുവാൻ, പരലോകമാണ് എൻ്റെ ലക്ഷ്യം എന്ന ബോധത്തോടുകൂടി ദുന്യാവിനെ വളരെ ലാഘവത്തോടുകൂടി കാണാൻ കഴിയുന്ന ഒരു മനോഭാവം ആർക്കാണോ അള്ളാഹു നൽകിയിരിക്കുന്നത് അവൻ വിജയിച്ചിരിക്കുന്നു എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു
സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവിടെ പഠിപ്പിക്കുന്നത് വളരെ മനോഹരമായ ഒരു ആശയമാണിത്. ഈ ദുന്യാവിലെ ബഹുഭൂരിപക്ഷം വരുന്ന മനുഷ്യർക്ക് സ്വായത്തമാക്കാൻ കഴിയാത്ത ആശയം, നമ്മൾ ഈ ദുന്യാവ് വെട്ടിപ്പിടിക്കലാണ് ജീവിതത്തിലെ വിജയമെന്ന് ബഹുഭൂരിപക്ഷം മനസ്സിലാക്കുമ്പോൾ അങ്ങനെയല്ല. ഈ ദുന്യാവിൽ നിങ്ങൾക്ക് എന്ത് ലഭിച്ചു എന്നത് അത്ര നിർണായകമായൊരു കാര്യമല്ല. എത്ര പരിമിതമായ വിഭവങ്ങൾ ലഭിച്ചാലും കനാഹത്തോടുകൂടി നിങ്ങൾക്ക് ഈ ദുന്യാവിൽ സമാധാനപരമായി ജീവിക്കുവാൻ കഴിയും. പരലോകത്തെയാണ് നിങ്ങൾ ലക്ഷ്യമായി കാണുന്നതെങ്കിൽ, നിങ്ങൾ അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ അനുസരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിജയിച്ച മനുഷ്യനാണ്, നിങ്ങൾ പരാജയപ്പെട്ട മനുഷ്യനല്ല. ദാരിദ്ര്യം മാത്രം തിന്നാനും കുടിക്കാനുമുള്ള ഒരു ചെറിയ കുടിലിലാണ് നിങ്ങൾ കിടന്നുറങ്ങുന്നതെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ഇസ്ലാം ഉണ്ടെങ്കിൽ നിങ്ങൾ വിജയിച്ച മനുഷ്യനാണ്, പരാജയപ്പെട്ട മനുഷ്യനല്ല എന്ന പാഠമാണ് ഇസ്ലാം നമ്മൾക്ക് പഠിപ്പിച്ചു തരുന്നത്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പലപ്പോഴും പ്രാർത്ഥിക്കാറുള്ള ഒരു പ്രാർത്ഥനയുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനകൾ ഉദ്ധരിക്കപ്പെട്ടിരിക്കുന്ന നിവേദനങ്ങളിൽ നമുക്കത് കാണാൻ കഴിയും. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സദസ്സിൽ സഹാബിമാരെയും കൂട്ടിയിരുന്നാൽ ആ സദസ്സ് പിരിഞ്ഞു പോകുന്നതിന് മുമ്പ് കുറെ കാര്യങ്ങൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ എണ്ണി പ്രാർത്ഥിക്കുമായിരുന്നു. അവിടുത്തേക്ക് വേണ്ടി മാത്രമല്ല, തന്റെ ചുറ്റുമുള്ള സ്വഹാബിമാർക്ക് കൂടി വേണ്ടി. ആ പ്രാർത്ഥനകളിലെ ഒരു വരി ഇങ്ങനെയാണ്: വലാ തജ്അലി ദുന്യ അക്ബറ ഹമ്മിന. അല്ലാഹുവേ, ദുന്യാവിനെ ഞങ്ങളുടെ ഏറ്റവും വലിയ കൺസേൺ ആക്കരുത്, ദുന്യാവിനെ ഞങ്ങളുടെ ഒബ്സഷൻ ആക്കരുത്, ദുന്യാവിനെ ഞങ്ങളുടെ പ്രഥമ പരിഗണനാ വിഷയമാക്കരുത്. എല്ലാ സമയത്തും ദുന്യാവിനെ പറ്റി തന്നെ ആലോചിച്ചു കൊണ്ടിരിക്കുന്നവരായി, ദുന്യാവിലെ അസൗകര്യങ്ങളിൽ നീറിപ്പുകയുന്നവരായി, ദുന്യാവിൽ എനിക്ക് ഇത്രയല്ലേ ലഭിച്ചുള്ളൂ എന്ന് നിരാശപ്പെടുന്നവരായി, ഡിപ്രഷനിലേക്ക് വീണുപോകുന്നവരായി, നിരാശയിലേക്ക് വീണുപോകുന്നവരായി, സങ്കടത്തിലേക്ക് വീണുപോകുന്നവരായി ഞങ്ങൾ നീ മാറ്റരുത്. ദുന്യാവിനെ വളരെ ലാഘവത്തോടുകൂടി നോക്കിക്കാണാനും അതിനെ വളരെ നിസ്സാരമായി നോക്കിക്കാണാനും ഇതല്ല ജീവിതം എന്ന് മനസ്സിലാക്കാനും കഴിയുന്നവരുടെ കൂട്ടത്തിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തേണമേ അല്ലാഹുവേ എന്ന് പ്രാർത്ഥിച്ച പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ പ്രാർത്ഥനക്ക് ആമീൻ പറഞ്ഞ, ആ പ്രാർത്ഥന ഏറ്റുചൊല്ലിയ, അത് ആവർത്തിച്ച് നാവിലേക്ക് കൊണ്ടുവന്ന, അതിന്റെ ദർശനം ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട സഹാബിമാർ. ഞാൻ പരലോകത്തിലുള്ള വിശ്വാസം എന്ന് പറയുന്നത് അത് ഈ ജീവിതത്തോടുള്ള നമ്മളുടെ മനോഭാവത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ ആ മരണാനന്തര ജീവിതത്തിലുള്ള വിശ്വാസം, ആ പരലോകത്തിലുള്ള വിശ്വാസം അത് ദുർവ്യാഖ്യാനിക്കപ്പെടുകയും അത് വേറെ രീതികളിലേക്ക് പോവുകയുമെല്ലാം ചെയ്യുന്നതാണ് ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നേരത്തെ അനസ് മൗലവി ഫിലസ്തീനിലെ പ്രശ്നങ്ങളെ കുറിച്ച് സംസാരിച്ചു. നമ്മൾ പരലോകത്തെ കുറിച്ച് പറയുമ്പോൾ, മരണാനന്തര ജീവിതത്തെ കുറിച്ച് പറയുമ്പോൾ, ബൈബിൾ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം നമ്മൾ മറിച്ചു നോക്കുമ്പോൾ ദൈവരാജ്യത്തെ കുറിച്ചുള്ള സുവിശേഷങ്ങൾ അതിൽ നമ്മൾക്ക് നിരന്തരമായി കാണാൻ കഴിയും. ഇവിടെ ബഹുമാന്യരായ ക്രൈസ്തവ സഹോദരങ്ങൾ അവർ ദൈവരാജ്യത്തെ കുറിച്ച് സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നു. യഹൂദ സമുദായം അവരുടെ മത ചർച്ചകളുടെ ഭാഗമായി ദൈവരാജ്യത്തെ കുറിച്ച് അവർ സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നു. ദൈവരാജ്യം നമ്മൾക്കെല്ലാം പരിചയമുള്ളതാണ്. മരണാനന്തരം കടന്നു വരാനിരിക്കുന്ന സ്വർഗലോകമാണത്. ആ സ്വർഗലോകത്തിലെ വിജയമാണ് ലക്ഷ്യമെന്ന് മനസ്സിലാക്കി വിനയത്തോടുകൂടി വെട്ടിപ്പിടിക്കാനുള്ള ദുരാർത്തിയില്ലാതെ ഇവിടെ സാധാരണക്കാരായ മനുഷ്യരായി പച്ചയായി ദുന്യാവിന്റെ മുഖത്ത് ജീവിച്ചു പോകാൻ പഠിപ്പിക്കുന്ന ഒരു വിശ്വാസമാണത്. പക്ഷേ ആ ദൈവരാജ്യത്തെ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് ആ ദൈവരാജ്യം നിലവിൽ വരാൻ പോകുന്നത് ഈ ഭൂമിയിൽ തന്നെയാണ് എന്ന് വരുത്തി തീർത്തുകൊണ്ട് പരലോക വിശ്വാസത്തെ അപ്രധാനമാക്കിക്കൊണ്ടാണ് സയണിസം എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം തന്നെ ലോകത്ത് ഉടലെടുക്കുന്നത്. നമ്മൾ ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാജ്യത്ത് നമ്മൾ കാണുന്നുണ്ടെങ്കിൽ ആ രാജ്യത്തിന് ഒരു മൂല്യബോധവുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ, കൊച്ചു കുഞ്ഞുങ്ങളുടെ രക്തം കുടിച്ചുകൊണ്ടാണ് അത് ദാഹം മാറ്റുന്നതെങ്കിൽ, ഫലസ്തീനിലെ പിഞ്ചു പൈതങ്ങളെ തിന്നു തീർത്തുകൊണ്ടാണ് അതിന്റെ ആമാശയത്തിന്റെ കത്തലത് അടക്കുന്നതെങ്കിൽ, നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ മുമ്പിൽ ഇതിനെല്ലാം മറുപടി പറയേണ്ടി വരുമെന്ന ബോധം എന്തുകൊണ്ടാണ് ഇവരുടെയൊന്നും മനസ്സിനെ അലട്ടാത്തത് എന്ന് പലപ്പോഴും നമ്മൾ ചിന്തിച്ചു പോകാറുണ്ട്. അത് മോശെ പ്രവാചകൻ പഠിപ്പിച്ച, മഹാനായ മോശെ പ്രവാചകൻ പഠിപ്പിച്ച മഹത്തായ യഹൂദ പൈതൃകം ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ച മരണാനന്തര ജീവിതത്തിലുള്ള വിശ്വാസം, പരലോക വിശ്വാസം അപ്രധാനമായി, അപ്രസക്തമായി, അതവരുടെ മനസ്സുകളിൽ മിക്കവാറും ഇല്ലാതെയായി. നിങ്ങൾ സയനിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ തലപ്പത്തിരിക്കുന്ന മനുഷ്യരെ, ചരിത്രത്തിൽ അതിന്റെ ജനയിതാക്കളെ, അത് കൊണ്ടു നടന്നവരെ പരിശോധിക്കുക. അവരൊന്നും ആ അർത്ഥത്തിൽ പരലോകത്തിൽ വിശ്വാസമുണ്ടായിരുന്നവരോ അള്ളാഹുവിന്റെ മുന്നിൽ കണക്ക് പറയേണ്ടി വരുമെന്ന് വിചാരിച്ചവരോ
വംശമല്ല, മറിച്ച് ഞങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട വംശമാണ്, പ്രപഞ്ച സൃഷ്ടാവിന്റെ സ്വന്തക്കാരാണ്. ഞങ്ങൾക്കുള്ള സ്വർഗരാജ്യം എന്ന് പറയുന്നത് ഈ ഭൂമിയിൽ ഉണ്ടാകാൻ പോകുന്ന ഒരു രാജ്യമാണ്. ആ രാജ്യത്തിലാണ് ഞങ്ങളുടെ സാൽവേഷൻ, ഞങ്ങളുടെ മോക്ഷം. ആ രാജ്യം വെട്ടിപ്പിടിക്കുവാൻ വേണ്ടി എന്തും ചെയ്യാം, ആരെയും കൊന്നുകൂട്ടാം, ആരെയും കുരുതി കൊടുക്കാം. എന്നിട്ട് ഞങ്ങൾക്ക് സമ്പൂർണമായ അധികാരമുള്ള ഒരു രാജ്യം, വിഭവങ്ങൾ മുഴുവൻ സമാഹരിച്ചുകൊണ്ട് ഞങ്ങൾ ഉണ്ടാക്കിയാൽ അതാണ് ഞങ്ങളുടെ മതപരമായ ജീവിതത്തിന്റെ ലക്ഷ്യമെന്ന് തെറ്റിദ്ധരിച്ച ഒരു സമൂഹമായി അവർ വഴിമാറി ഒഴുകുകയായിരുന്നു. നമ്മൾ ഫലസ്തീനിനെ കുറിച്ച് പറയുമ്പോൾ സങ്കടത്തോടു കൂടിയല്ലാതെ നമ്മൾക്കതിനെ കുറിച്ച് സംസാരിക്കുവാൻ കഴിയില്ല. ആ നാട്ടിൽ മനുഷ്യർ ജീവിക്കുവാൻ തുടങ്ങിയത് ഇന്നും ഇന്നലെയുമൊന്നുമല്ല. സയനിസ്റ്റുകൾ പറയുന്നത് പോലെ ആ നാട്ടിൽ ജനിച്ച് വളർന്ന് അവിടെ തലമുറകളായി ജീവിച്ച് അങ്ങനെ അവിടെ യഹൂദന്മാരുണ്ടാവുകയല്ല എന്ന് നമുക്കറിയാം. ഈജിപ്തിൽ നിന്ന് അവിടുത്തെ ഏകഛത്രാധിപതിയായിരുന്ന ഫറോവയുടെ പീഡനങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തി യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മകൻ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ ഈജിപ്തിലെത്തിയ യഹൂദർ പിന്നീട് ഒരുപാട് പീഡനങ്ങൾ അനുഭവിച്ച് മൂസാ നബിയുടെ കാലത്ത് അവിടുന്ന് രക്ഷപ്പെട്ട് തിരിച്ച് ഫലസ്തീനിലെത്തുമ്പോൾ അവിടെ മനുഷ്യരുണ്ടായിരുന്നു. ആ മനുഷ്യരുമായി ഇസ്രായേലിയർ യുദ്ധങ്ങൾ ചെയ്യുന്നു. ആ യുദ്ധങ്ങളിലൂടെ അവർ ഫിലസ്തീനിൽ താമസമുറപ്പിക്കുന്നു. ഞാൻ ആ ചരിത്രത്തിന്റെ വിശദാംശങ്ങളിലേക്ക് കടന്നു പോവുകയല്ല. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തേക്ക് നിയോഗിക്കപ്പെടുന്ന സമയത്ത്, അവിടുത്തെ നുബൂവത്ത് പുലരുന്ന സമയത്ത്, അറേബ്യയിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഫിലസ്തീൻ റോമും പേർഷ്യയും മാറി മാറി ഭരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ബൈസന്റീൻ റോമ സാമ്രാജ്യമാണ് ഫിലസ്തീൻ ഭരിച്ചുകൊണ്ടിരുന്നത്. ചിലപ്പോൾ ചില സന്ദർഭങ്ങളിൽ പേർഷ്യക്കാർ റോമക്കാരെ പരാജയപ്പെടുത്തുകയും ഫലസ്തീൻ അവരിൽ നിന്ന് പിടിച്ചെടുക്കുകയും ചെയ്ത അപൂർവം സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മളൊക്കെ കേട്ടതാണ് പരിശുദ്ധ ഖുർആനിലെ സൂറത്തുർ റൂം. ആ സൂറത്തുർ റൂമിൽ പേർഷ്യക്കാരും റോമക്കാരും തമ്മിൽ യുദ്ധമുണ്ടായപ്പോൾ അതിൽ പേർഷ്യക്കാർ വിജയിച്ചതിനെ കുറിച്ചും ആ സമയത്ത് കുറച്ചു കഴിഞ്ഞാൽ റോം വിജയിക്കുമെന്ന് ഖുർആൻ പ്രവചിച്ചതിനെ കുറിച്ചും അങ്ങനെ ഏതാനും വർഷങ്ങൾക്ക് ശേഷം റോമക്കാർ വിജയിച്ചതിനെ കുറിച്ചും എല്ലാം നമ്മൾ പരിശുദ്ധ ഖുർആനിന്റെ തഫ്സീറുകളിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇതെല്ലാം യഥാർത്ഥത്തിൽ ഫലസ്തീനുമായി ബന്ധപ്പെട്ട ചരിത്രമാണ്. റോമും പേർഷ്യയും തമ്മിലുള്ള ഈ യുദ്ധത്തിൽ പേർഷ്യക്കൊരു ഘട്ടത്തിൽ മേൽക്കൈയുണ്ടായപ്പോൾ ഫലസ്തീൻ പേർഷ്യ സാമ്രാജ്യത്തിന്റെ ഭാഗമായി മാറി. അതല്ലാത്ത മിക്കവാറും സന്ദർഭങ്ങളിൽ ഫലസ്തീൻ ആ കാലഘട്ടത്തിൽ ബൈസന്റീൻ റോമ സാമ്രാജ്യത്തിന്റെ കാൽ കീഴിലായിരുന്നു. പേർഷ്യക്കാരുടെ ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം ബൈസന്റീൻ റോം തന്നെ വീണ്ടും ഫലസ്തീന്റെ നിയന്ത്രണം കൈക്കലാക്കി. ബൈസന്റീൻ റോമ സാമ്രാജ്യം, കോൺസ്റ്റന്റിനോപ്പിൾ ആസ്ഥാനമായ സാമ്രാജ്യം, ഇന്നത്തെ നമ്മളുടെ ഭാഷയിൽ പറഞ്ഞാൽ ഇസ്തംബൂൾ ആസ്ഥാനമായ ക്രൈസ്തവ സാമ്രാജ്യം. നമ്മൾ മറക്കാതിരിക്കുക, നമ്മൾ അറിയുക, ലോകത്തെ മുഴുവൻ നമ്മൾ അറിയിക്കുക, ആ കാലഘട്ടത്തിൽ ജെറൂസലേമിൽ ഒരൊറ്റ യഹൂദൻ പോലുമില്ല. ഒരൊറ്റ യഹൂദൻ പോലുമില്ല. ബൈസന്റൈൻ റോമിന് കീഴിൽ അവിടെ ഈ ജെറൂസലേം എന്ന് പറയുന്ന നാട്, ഈ വിശുദ്ധമെന്ന് വിളിക്കപ്പെടുന്ന നാട്, ആ നാട്ടിൽ ഒരൊറ്റ ജൂതൻ പോലുമില്ലാത്ത കാലത്താണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദഅവത്ത് നടക്കുന്നത്. ജൂതന് അങ്ങോട്ട് കടന്നു ചെല്ലാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, അവൻ അതിനെ പിതൃഭൂമിയായി കാണാഞ്ഞിട്ടല്ല, യഹൂദന്റെ മനസ്സിൽ ജെറൂസലേമിന് പരിപാവനമായ സ്ഥാനമില്ലാഞ്ഞിട്ടല്ല. പക്ഷേ ബൈസന്റീൻ ഭരണാധികാരികൾ ഒരിക്കലും അവരെ അതിനുള്ളിൽ താമസിക്കുവാൻ അനുവദിക്കുമായിരുന്നില്ല എന്നതാണ് കാര്യം. അവിടെ ബൈസന്റീൻ ക്രൈസ്തവ സാമ്രാജ്യം അവരുടെ വീക്ഷണം അനുസരിച്ചുകൊണ്ട് യഹൂദന്മാർ ജെറൂസലേമിൽ താമസിക്കുന്നത് ജെറൂസലേമിന്റെ വിശുദ്ധിക്ക് നിരക്കുന്നതല്ല എന്ന വിചിത്രമായ വാദമുന്നയിച്ചുകൊണ്ട് അവരെ അതിനുള്ളിലേക്ക് കടത്തുകയില്ലായിരുന്നു. നമ്മൾ ഇന്ന് ഗസ എന്ന് പറയുന്നുണ്ട്. ഗാസ മുനമ്പിനെ പറ്റി നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ നടക്കുന്ന അതിക്രമങ്ങളെ പറ്റി നമ്മൾ പറയുന്നുണ്ട്. നിങ്ങൾക്കറിയുമോ, ഈ കാലഘട്ടത്തിൽ ബൈസന്റീൻ ക്രൈസ്തവ സാമ്രാജ്യത്തിന് കീഴിൽ ഫലസ്തീൻ ഭരിക്കപ്പെട്ടുകൊണ്ടിരുന്ന കാലത്ത് യഹൂദന്മാർക്ക് ജെറൂസലേമിലേക്ക് കടക്കാൻ പറ്റാത്തത് കൊണ്ട് ഫിലസ്തീനിന്റെ ചില പ്രാന്ത പ്രവിശ്യകളിൽ മാത്രമേ അവർക്ക് ജീവിക്കുവാൻ കഴിയുമായിരുന്നുള്ളൂ. അവിടെ വരെ മാത്രമേ അവർക്ക് വരാൻ അനുവാദം ഉണ്ടായിരുന്നുള്ളൂ. അതിലൊന്നാണ് ഗസ. അവിടെ വന്ന് അവർ മടങ്ങിപ്പോകേണ്ടിയിരുന്നു. പിന്നെ ചില സമയങ്ങളിൽ യഹൂദന്മാരെ ജെറൂസലേമിനുള്ളിൽ കടക്കാൻ ബൈസന്റീൻ ഭരണാധികാരികൾ സമ്മതിക്കുമായിരുന്നു. പക്ഷേ അതിന് പ്രത്യേക പണം കൊടുക്കേണ്ടിയിരുന്നു. പണം കൊടുത്താൽ പോലും അവിടെ താമസിക്കുവാൻ പാടുണ്ടായിരുന്നില്ല, കുറെ സമയം ചെലവഴിക്കാൻ പാടുണ്ടായിരുന്നില്ല. അതിനുള്ളിൽ കയറി
വിലാപത്തിന്റെ ബദിൽ എന്നറിയപ്പെടുന്ന ദി വാൾ ഓഫ് വെയിലിംഗ് എന്നറിയപ്പെടുന്ന അവിടെ ജെറൂസലേമിലുള്ള യഹൂദന്മാർ ചെന്ന് കരയുന്ന ഒരു മതിലുണ്ട്. ആചാരപരമായ കരച്ചിലാണത്. ജെറൂസലേം അവർക്ക് നഷ്ടപ്പെട്ടു പോയതിലുള്ള സങ്കടം, ആ സങ്കടം അത് ഓർത്തോർത്ത് അവർ കരഞ്ഞുകൊണ്ടിരിക്കുന്ന സ്ഥലം. അവിടെ വന്ന് പണം കൊടുത്ത് കരഞ്ഞ് മടങ്ങിപ്പോകാൻ മാത്രം അനുവാദം ഉണ്ടായിരുന്ന കാലം. അന്നത്തെ ബൈസന്റീൻ റോമിന്റെ തലപ്പത്തുണ്ടായിരുന്ന രാഷ്ട്രീയവും മതവും എല്ലാം കൈകാര്യം ചെയ്തിരുന്ന ആ ആളുകൾ അവരെഴുതി വെച്ച എഴുത്തുകൾ നമുക്ക് വായിക്കാൻ കിട്ടും. പരിഹാസത്തോടു കൂടിയാണ് അവർ യഹൂദരെ പറ്റി പറയുന്നത്. കണ്ടില്ലേ, അവർക്ക് ദൈവം കൊടുത്ത ശിക്ഷയാണിത്. ഞങ്ങളിതാ ജെറൂസലേം ഭരിക്കുന്നു, ഞങ്ങൾ ഒരിക്കലും അവരെ ഇതിനുള്ളിൽ കടത്തുന്നില്ല. ഇനി കടത്തുകയാണെങ്കിൽ തന്നെ അതിന് പണം വാങ്ങുന്നു. ആ കടത്തുന്നത് പോലും അവരുടെ കരച്ചിൽ കാണുവാൻ വേണ്ടി മാത്രമാണ്. ആ കരച്ചിലിന്റെ അപമാനം അവർ സഹിക്കുന്നത് കാണുന്നതിന് വേണ്ടി മാത്രമാണ് ഞങ്ങളത് അനുവദിക്കുന്നത്. ഇത് ദൈവത്തിന്റെ മഹത്തായ അനുഗ്രഹമാണ്, യേശുവിനെ കൊന്ന യഹൂദർക്ക് ലഭിക്കുന്ന ശിക്ഷയാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള എഴുത്തുകൾ. പേർഷ്യക്കാർ ഈ ഫലസ്തീൻ കീഴടക്കിയ സമയത്ത് ഒരിടവേളയിൽ അവർ റോമക്കാരെ പരാജയപ്പെടുത്തിയ സമയത്ത് യഹൂദരെ ജെറൂസലേമിലേക്ക് കടന്നു വരാൻ പേർഷ്യക്കാർ അനുവദിച്ചു. പക്ഷേ ആ സമയത്ത് അവർ ക്രിസ്ത്യാനികൾക്ക് എല്ലാ സ്വാതന്ത്ര്യവും നിഷേധിച്ചു. അവിടെയുണ്ടായിരുന്ന ബൈസന്റീൻ റോമാ സാമ്രാജ്യത്തിന്റെ അധികാരത്തിന് കീഴിൽ എല്ലാതരം സ്വാതന്ത്ര്യവും അനുഭവിച്ചിരുന്ന, അവകാശങ്ങളും അനുഭവിച്ചിരുന്ന, നാടിന്റെ ഉടമസ്ഥരായി ജീവിച്ചിരുന്ന ക്രിസ്ത്യൻ സഹോദരങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള വിശ്വാസ സ്വാതന്ത്ര്യവും പേർഷ്യൻ സാമ്രാജ്യം അവർക്ക് നിഷേധിച്ചു. ഇതിങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ജെറൂസലേം ഇങ്ങനെ കലുഷിതമായി കത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അവിടെ ഒന്നുകിൽ യഹൂദർ അല്ലെങ്കിൽ ക്രൈസ്തവർ, രണ്ടാലൊരു വിഭാഗം മനുഷ്യർ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരുന്ന സമയത്താണ് ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ മുസ്ലിം സൈന്യം സിറിയയിലേക്കും ഈജിപ്തിലേക്കും ജോർദാനിലേക്കും ഫിലസ്തീനിലേക്കുമെല്ലാം കടന്നു ചെല്ലുന്നതും അവിടെ പതുക്കെ പതുക്കെ ആ നാടുകൾ മുസ്ലിങ്ങൾക്ക് കീഴിലേക്ക് വരുന്നതും നമ്മൾ രോമാഞ്ചത്തോടു കൂടിയല്ലാതെ നമുക്കത് പറയാൻ കഴിയില്ല. അതുവരെ പരിചയമില്ലാത്ത പുതിയൊരു അധികാരക്രമം ഫിലസ്തീനികൾ കാണുകയായിരുന്നു, ജെറൂസലേമുകാർ കാണുകയായിരുന്നു, ആ പ്രദേശത്തുള്ളവർ കാണുകയായിരുന്നു. മതത്തിന്റെ പേരിൽ മനുഷ്യരെ പീഡിപ്പിക്കാത്ത, മർദ്ദിക്കാത്ത, കൊന്നൊടുക്കാത്ത, മതത്തിന്റെ പേരിൽ നിരപരാധികളുടെ രക്തം കയ്യിലാക്കാത്ത ഒരു ഭരണാധികാരിയെ നൂറ്റാണ്ടുകൾക്ക് ശേഷം ജെറൂസലേം ആദ്യമായി കാണുകയായിരുന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. പരിശുദ്ധ പ്രവാചകനിൽ നിന്ന് മാനവികതയുടെ മഹാപാഠങ്ങൾ അഭ്യസിച്ച ഉമർ റളിയല്ലാഹു അൻഹു. ആ ഉമർ റളിയല്ലാഹു അൻഹു ജെറൂസലേം കീഴടക്കിയ സമയത്ത്, ഫിലസ്തീൻ മുസ്ലിങ്ങളുടെ കയ്യിലേക്ക് വന്ന സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു എല്ലാ മനുഷ്യർക്കും ഒരുപോലെ അവിടുത്തെ വായു ശ്വസിച്ച് വെള്ളം കുടിച്ച് കൃഷി ചെയ്ത് ആ നാട്ടിൽ ജീവിക്കുവാനുള്ള സ്വാതന്ത്ര്യം നൽകി. ആരെയും പീഡിപ്പിക്കുവാൻ പാടില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. അവിടുത്തെ ക്രൈസ്തവ പുരോഹിതരെ അദ്ദേഹം വിളിച്ചു വരുത്തി. നിങ്ങൾക്ക് ഇവിടെ മതസ്വാതന്ത്ര്യമുണ്ടെന്ന് പറഞ്ഞു. അവിടെ നിർത്തിയില്ല അദ്ദേഹം പറഞ്ഞു, യഹൂദരെ നിങ്ങൾ എന്തിനാണ് വേട്ടയാടുന്നത്? യഹൂദരെ നിങ്ങൾ എന്തിനാണ് പീഡിപ്പിക്കുന്നത്? യഹൂദരെ നിങ്ങൾ എന്തിനാണ് ജെറൂസലേമിൽ നിന്ന് തടയുന്നത്? യഹൂദർ ജെറൂസലേമിൽ വരട്ടെ, അവർ താമസിക്കട്ടെ. കുറച്ച് യഹൂദ കുടുംബങ്ങളെ കൊണ്ടുവന്ന് ജെറൂസലേമിൽ താമസിപ്പിക്കൂ. എത്ര കാലമായി അവർ ജെറൂസലേമിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു. അധികാരത്തിന്റെ ഇരുമ്പുദണ്ട് ഉപയോഗിച്ച് ഈ പാവപ്പെട്ട മനുഷ്യരെ ഈ വിശുദ്ധ നഗരിയിൽ നിന്ന് നിങ്ങൾ എന്തിനാണ് അകറ്റുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹുവാണ് യഹൂദരെ ജെറൂസലേമിൽ പുനരധിവസിപ്പിക്കുന്നത്. പതിറ്റാണ്ടുകൾക്ക് ശേഷമല്ല, നൂറ്റാണ്ടുകൾക്ക് ശേഷം. ഒരു ക്രൈസ്തവ സാമ്രാജ്യത്തിന് കീഴിൽ നൂറ്റാണ്ടുകൾ യഹൂദന്മാർക്ക് നിഷേധിക്കപ്പെട്ട സ്വാതന്ത്ര്യം ഉമർ റളിയല്ലാഹു അൻഹു പുനഃസ്ഥാപിച്ചു. പേർഷ്യക്കാർ ജെറൂസലേം കീഴടക്കിയ സമയത്ത് അവിടുത്തെ ക്രൈസ്തവ സഹോദരങ്ങളെ പീഡിപ്പിച്ചുവെങ്കിൽ ആ ക്രൈസ്തവ സഹോദരങ്ങളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അവിടുത്തെ പുരോഹിതന്മാരുമായി സമാധാന കരാർ ഒപ്പിട്ടുകൊണ്ട് അവർക്ക് എല്ലാ തരത്തിലുള്ള സ്വാതന്ത്ര്യവും നൽകിക്കൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു പുതിയൊരു ജെറൂസലേമിന് തുടക്കം കുറിച്ചു. ഏത് രേഖകളും നിങ്ങൾ പരിശോധിക്കുക, ഏത് ചരിത്ര ഗ്രന്ഥവും പരിശോധിക്കുക. അതിനുശേഷം എത്രയെത്ര മുസ്ലിം ഭരണാധികാരികൾ അവിടെ മാറി മാറി വന്നു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു, മുആവിയ റളിയല്ലാഹു അൻഹു, ഉമവികൾ, അബ്ബാസികൾ, സെൽജൂക്കുകൾ, മംലൂക്കുകൾ, ഫാത്തിമികൾ, ഇസ്ലാമിക ഭരണകൂടങ്ങൾ മാറി മാറി വരുന്നതിനനുസരിച്ച് അവിടെ പുതിയ പുതിയ അധികാരങ്ങൾക്ക് കീഴിലേക്ക് ജെറൂസലേം പോയി. പക്ഷേ മറക്കാതിരിക്കുക, അപ്പോഴൊക്കെയും ഈ നൂറ്റാണ്ടുകളിലൊക്കെയും അവിടെ ജൂതന്മാർ താമസിച്ചു, ക്രിസ്ത്യാനികൾ താമസിച്ചു, മുസ്ലിങ്ങൾ താമസിച്ചു. പരസ്പരം പരസ്പരം ഒന്നിച്ച് സഹവസിച്ചു, സ്നേഹം പങ്കിട്ടു, മനുഷ്യരായി ജീവിച്ചു. പരസ്പരം കൊന്നൊടുക്കാൻ നിന്നില്ല.
1999 കുരിശ് യുദ്ധങ്ങൾ ഉണ്ടായി. കുരിശ് പട ജെറൂസലേമിലേക്ക് കടന്നു വന്നു. ജെറൂസലേമിനെ കുരുതിക്കളമാക്കി മാറ്റി. അവിടുത്തെ മനുഷ്യരെ കൂട്ടക്കൊല ചെയ്തു. അവിടെ ആ മനുഷ്യരുടെ രക്തം കുടിച്ചിട്ട് അത് മതിയാകാഞ്ഞിട്ട് ഒരുതരം ഉന്മാദ നൃത്തത്തിലേക്ക് പോയി. കുറെ കാലത്തിന് ശേഷം വീണ്ടും ജെറൂസലേം രക്തരൂഷിതമായി. അവിടെ മുസ്ലിങ്ങൾ കൂട്ടക്കൊല ചെയ്തതിനോടൊപ്പം ജൂതന്മാർ കൂട്ടക്കൊല ചെയ്യപ്പെട്ടു. ജൂതന്മാർ വീണ്ടും ജെറൂസലേമിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. ഫിലസ്തീനിൽ നിന്ന് തന്നെ പുറത്താക്കപ്പെട്ടു. ഫിലസ്തീനിന്റെ പ്രവിശ്യകളിൽ പോലും ജീവിക്കുവാൻ കഴിയാത്ത അപമാനത്തിലേക്ക് യഹൂദന്മാർ പിന്നെയും എടുത്തെറിയപ്പെടുന്ന സ്ഥിതിവിശേഷമുണ്ടായി. ഞാൻ സൂചിപ്പിക്കുന്നത്, ഇവിടെ ഈ ഭീകര പ്രവർത്തനങ്ങളൊന്നും ഉണ്ടായത്, ഈ തരത്തിലുള്ള ക്രൂരതകളൊന്നും ഉണ്ടായത് മതത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടല്ല, രാഷ്ട്രീയമായ അധികാരത്തിന് വേണ്ടിയാണ്, ഈ ഭൂമി വെട്ടിപ്പിടിക്കുന്നതിന് വേണ്ടിയാണ്, ഈ ദുന്യാവാണ് എല്ലാം എന്ന വിചാരത്തിൽ നിന്നാണ്. അതിനുവേണ്ടി പ്രത്യയശാസ്ത്രങ്ങൾ ചമക്കപ്പെടുകയായിരുന്നു. അല്ലാതെ സ്നേഹം മാത്രം പ്രസംഗിച്ച, കാരുണ്യം മാത്രം പ്രസംഗിച്ച, ഈ ലോകത്തിന് അനുതാപത്തിന്റെ മഹാസന്ദേശം പ്രദാനം ചെയ്ത മഹാനായ യേശു ക്രിസ്തു ഒരിക്കലും ഈ തരത്തിലുള്ള ക്രൂരതകൾക്കുള്ള പ്രചോദനമാവുകയില്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. എല്ലാ മതപ്രവാചകന്മാരും എല്ലാ ആചാര്യന്മാരും എല്ലാ ഈ തരത്തിൽ ലോകത്തിന് നന്മയുടെ വെളിച്ചം പകർന്നു കൊടുത്ത മഹാന്മാരും പഠിപ്പിച്ച സന്ദേശങ്ങൾക്ക് വിരുദ്ധമായിരുന്നു അവയെല്ലാം. അവിടെയാണ് അവർ പഠിപ്പിച്ച യഥാർത്ഥ സന്ദേശങ്ങളിലേക്ക് നമ്മൾ മടങ്ങിപ്പോകേണ്ടത്. ഇങ്ങനെയെല്ലാം മുസ്ലിം ഭരണാധികാരികൾ ജെറൂസലേമിനെ കൊണ്ടു നടന്നിട്ടും ഒടുവിൽ അതേ മുസ്ലിങ്ങളെ, അതേ അറബികളെ ജെറൂസലേമിന്റെ മണ്ണിൽ, ഫിലസ്തീനിന്റെ മണ്ണിൽ, ഗസയുടെ മണ്ണിൽ പീഡിപ്പിച്ച് വേട്ടയാടി കൊന്നൊടുക്കുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോയത് എന്നത് ചരിത്രത്തിന്റെ വൈപരീത്യം. 1910-നും 20-നും ഇടയിലുള്ള കാലം നമ്മളുടെ ചരിത്രത്തിൽ വളരെ നിർണായകമാണ് എന്ന് നമുക്കറിയാം. ഒന്നാം ലോക മഹായുദ്ധം കൊടുമ്പിരി കൊള്ളുന്നു. ഉസ്മാനി സാമ്രാജ്യവുമായി ബന്ധപ്പെട്ട വലിയ ചർച്ചകൾ ഉണ്ടാകുന്നു. ബ്രിട്ടനും ഉസ്മാനി സാമ്രാജ്യവും നേർക്കുനേർ ശത്രുപക്ഷത്ത് നിൽക്കുന്നു. ഫിലസ്തീൻ ഇതിന്റെ പ്രകമ്പനങ്ങൾ അനുഭവിക്കുന്നു. യുദ്ധത്തിൽ ബ്രിട്ടന് വലിയ വിജയമുണ്ടാകുന്നു. ഇന്ത്യയിൽ ഖിലാഫത്ത് പ്രസ്ഥാനം പോലുള്ള ഒരു പ്രസ്ഥാനം ഉണ്ടാകുന്നു. ഉസ്മാനി സാമ്രാജ്യത്തെ സംരക്ഷിക്കണമെന്ന് മുസ്ലിം ലോകം ആവശ്യപ്പെടുന്നു. പക്ഷേ ഉസ്മാനി സാമ്രാജ്യത്തിന് കീഴിലുണ്ടായിരുന്ന പ്രവിശ്യകൾ ബ്രിട്ടൻ പങ്കിട്ടെടുക്കുന്നു. അങ്ങനെ പങ്കിട്ടെടുത്ത പ്രവിശ്യകളിൽ ഫിലസ്തീനും ഉണ്ടായിരുന്നു. ആ ഫിലസ്തീനിൽ ക്രമേണ ഈ സയനിസ്റ്റ് പ്രസ്ഥാനത്തിന്റെയും ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന്റെയും ഒക്കെ ശ്രമഫലമായി ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്ന് യഹൂദന്മാർ കടന്നു വരുന്നു. അങ്ങനെ യഹൂദന്മാരുടെ സാന്നിധ്യം പതുക്കെ വർദ്ധിപ്പിച്ചു കൊണ്ടുവന്ന് 1948 ഐക്യരാഷ്ട്ര സഭയുടെ കരാർ നേടിയെടുത്തുകൊണ്ട് ഒരു രാജ്യം പ്രഖ്യാപിക്കുന്നു, ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം. എന്തൊരവസ്ഥയാണിത്! നമ്മൾ നോക്കണം. ഫിലസ്തീനിൽ അതുവരെ നൂറ്റാണ്ടുകളായി ജീവിച്ചു വന്ന ഫിലസ്തീനികളായ, അറബികളായ, മുസ്ലിങ്ങളായ മനുഷ്യർ, ആ രാജ്യത്തിന്റെ 90% വരുന്ന മനുഷ്യർ, ആ രാജ്യത്തിന്റെ 90%-ലധികം വരുന്ന ഭൂമി സ്വന്തം അധീനതയിലുണ്ടായിരുന്ന മനുഷ്യർ, അവർക്ക് ആ രാജ്യത്തിന്റെ ചെറിയൊരു തുണ്ട് മാത്രം മുറിച്ചു കൊടുത്ത് ആ രാജ്യത്തിന്റെ ബഹുഭൂരിഭാഗം പ്രവിശ്യകളും ഇസ്രായേലിന് പതിച്ചു കൊടുത്ത് ചെറിയൊരു ന്യൂനപക്ഷത്തിന്, അതും ഒരിടക്കാലത്ത് അങ്ങോട്ട് കുടിയേറിയവർക്ക് ആ രാജ്യത്തിന്റെ മഹാഭാഗവും വീതിച്ചു കൊടുത്ത വിചിത്രമായ ഒരു രാജ്യവിഭജനമായിരുന്നു അത്. അവിടെ അവസാനിച്ചില്ല എന്ന് നമുക്കറിയാം. അവിടെ നിന്ന് ആ രാജ്യം, ആ വ്യാജരാജ്യം പിന്നെ അതിന്റെ അതിർത്തികൾ വികസിപ്പിച്ച് വരാൻ തുടങ്ങി. ഫിലസ്തീനികൾക്ക് കൊടുത്ത ചെറിയൊരു മണ്ണ് പോലും, ആ മണ്ണ് പോലും അവർക്ക് വിട്ടുകൊടുക്കാതെ അവരിൽ നിന്ന് കൂടുതൽ ഭൂമികൾ കവർന്നെടുത്ത് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം വലുതായി വരുന്നതാണ് നമ്മൾ പിന്നെ കാണുന്നത്. എന്തൊരു ലോകമാണിത്! നമ്മൾ ഐക്യരാഷ്ട്ര സഭ എന്നൊക്കെ പറയും, വലിയൊരു ആശയമാണ് എന്ന് നമുക്ക് തോന്നും. അമേരിക്കയാണ് ഇതിന് കാർമ്മികത്വം വഹിച്ചത് എന്ന് നമുക്കറിയാം. അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തെ പറ്റി പറയുമ്പോൾ ആ രാജ്യത്തിന്റെ ഭരണഘടന, അതിൽ മനുഷ്യനെ കുറിച്ചുള്ള വിഭാവനം, അതൊക്കെ വളരെ സുന്ദരമാണ്. മനുഷ്യാവകാശങ്ങളെ പറ്റി, മനുഷ്യ സമത്വത്തെ പറ്റിയൊക്കെയുള്ള വലിയ പാഠങ്ങളാണ് നമ്മൾ അതിൽ വായിക്കുന്നത്. പക്ഷേ ഇവയൊക്കെ അർത്ഥശൂന്യമാണ് എന്ന്, ഇവയെല്ലാം കേവലം കബളിപ്പിക്കലുകളാണ് എന്ന്, ഇവരാരും യഥാർത്ഥത്തിൽ മനുഷ്യന്റെ എന്ന്, നീതിയിൽ വിശ്വസിക്കുന്നില്ല എന്ന്, സമാധാനത്തിൽ വിശ്വസിക്കുന്നില്ല എന്ന്, എല്ലാവരും നമ്മളെ നോക്കി പരിഹസിച്ച് ചിരിക്കുകയാണ് എന്ന് പിന്നെയും നമ്മൾക്ക് മനസ്സിലായിക്കൊണ്ടിരിക്കുന്നു. അന്ന് തുടങ്ങിയതാണ് ഫിലസ്തീനികളുടെ പലായനം. അത് നമ്മളൊന്ന് ആലോചിച്ചു നോക്കുക. സ്വന്തം നാട്ടിൽ ജീവിക്കുന്ന മനുഷ്യർ, അവർക്കിടയിലേക്ക് ഒരു രാജ്യം കടന്നു വരുന്നു. പൊടുന്നനെ ഒരു നേരം ഇരുട്ടി വെളുത്തപ്പോൾ ആ നാട് അവരുടേതല്ലാതായി മാറുന്നു.
അവരുടെ കയ്യിൽ ആ ഭൂമിയുടെ രേഖകളുണ്ട്. നിങ്ങൾ ഫിലസ്തീനിൽ നിന്ന് ഇങ്ങനെ അഭയാർത്ഥികളായി പോകേണ്ടി വന്ന, സ്വന്തം ഗ്രാമം നഷ്ടപ്പെട്ട, വീട് നഷ്ടപ്പെട്ട, ഇസ്രായേൽ കയ്യേറാൻ വേണ്ടി ബോംബിംഗ് നടത്തി ജനങ്ങളെ ആട്ടിപ്പുറത്താക്കിയ, വലിയ വലിയ യന്ത്രങ്ങൾ കൊണ്ടുവന്ന് വീടുകൾ തട്ടിനിരപ്പാക്കിയ, എന്നിട്ട് കൊച്ചു കുഞ്ഞുങ്ങളെ കയ്യിലെടുത്ത് സ്വന്തം വൃദ്ധരായ മാതാപിതാക്കളെ കഴുതപ്പുറത്തിരുത്തി അവിടെയുണ്ടായിരുന്ന ചെറിയ സാധന സാമഗ്രികളുമായി ദിവസങ്ങളോളം ഒഴിഞ്ഞ ഭൂപ്രദേശങ്ങളിലൂടെ വലിയ കൂട്ടപ്പലായനങ്ങൾ നടത്തേണ്ടി വന്ന മനുഷ്യർ, ആ മനുഷ്യരുടെ അനുഭവങ്ങൾ രേഖീകരിക്കപ്പെട്ട ഡയറി കുറിപ്പുകൾ പോലുള്ള അപൂർവം സ്രോതസ്സുകളുണ്ട്. ആ സ്രോതസ്സുകളിലൂടെ നമ്മൾ കടന്നു പോകണം. നമ്മളുടെ കണ്ണ് നനയാതിരിക്കില്ല. ചില വൃദ്ധർ ഒരായുസ് കൊണ്ട് അവരുണ്ടാക്കിയ സമ്പാദ്യം, ആ സമ്പാദ്യം കൊണ്ടുണ്ടാക്കിയ ഭൂമി, ആ സമ്പാദ്യം കൊണ്ടുണ്ടാക്കിയ വീട്, ആ വീട്ടിലൊന്ന് താമസിക്കുവാൻ തുടങ്ങുമ്പോൾ ഇസ്രായേൽ എന്ന് പറയുന്ന പുതിയ രാജ്യത്തിന്റെ സൈനികർ കടന്നു വന്ന് ഇത് ഞങ്ങളുടെ സ്ഥലമാണ് എന്ന് പറഞ്ഞ് ഇവരാട്ടിപ്പുറത്താക്കിയപ്പോ ഈ സാധു മനുഷ്യർ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ ലോകത്ത് ഞങ്ങളെ സഹായിക്കുവാൻ ഒരുപാട് ആളുകൾ ഉള്ളത് കൊണ്ട്, ഐക്യരാഷ്ട്രസഭ പോലുള്ള ഏജൻസികൾ ഉള്ളത് കൊണ്ട് ഈ നെറികേടിന് പരിഹാരം ഉണ്ടാകുമെന്ന് വിചാരിച്ച് ഒരാഴ്ച കഴിഞ്ഞാൽ, ഒരു മാസം കഴിഞ്ഞാൽ, 2 മാസം കഴിഞ്ഞാൽ ഞങ്ങൾക്ക് തിരിച്ചു വരാൻ കഴിയുമായിരിക്കുമെന്ന് പ്രത്യാശിച്ചുകൊണ്ട് ആ ആധാരം, അവരുടെ ഭൂമിയുടെ രേഖ അത് കേടുവരാതെ ദുഷ്കരമായ ആ യാത്രയിൽ പോലും നെഞ്ചോട് ചേർത്ത് പിടിച്ച് നടന്നു നീങ്ങിയ മനുഷ്യർ, കൊല്ലം 1 കഴിഞ്ഞു, 2 കഴിഞ്ഞു, 3 കഴിഞ്ഞു, പതിറ്റാണ്ടുകൾ കഴിഞ്ഞു. ആ പതിറ്റാണ്ടുകൾ കഴിഞ്ഞ് നമ്മളൊരു നൂറ്റാണ്ടിനടുത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ അവർ ചെന്നുപെട്ട അഭയാർത്ഥി തമ്പുകളിൽ താമസിക്കുന്നത് അവരല്ല. ആ മനുഷ്യരുടെ കണ്ണുകൾ അടഞ്ഞു. സ്വതന്ത്ര ഫിലസ്തീനിന്റെ കിരണങ്ങൾ കാണാതെ, അവർക്ക് അവരുടെ നാട്ടിൽ ജീവിക്കുവാൻ കഴിയുന്ന അവസ്ഥ കാണാൻ കഴിയാതെ അവരുടെ കണ്ണുകൾ അടഞ്ഞു. അവരുടെ മക്കളല്ല, മക്കളുടെ മക്കളാണ് ഇപ്പോൾ അവിടെ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതിനിടയിൽ ദുരനുഭവങ്ങൾ തന്നെയായിരുന്നു. നമ്മൾ ഗസ എന്ന് പറയുന്ന ഒരു പ്രദേശത്തെ കുറിച്ച് പറയുമ്പോൾ ആ പ്രദേശത്തിന്റെ അവസ്ഥ നമുക്കറിയാം. കേവലം 20 മൈൽ നീളമുള്ള ഒരു പ്രദേശം, കേവലം 5 മൈൽ വീതിയുള്ള ഒരു പ്രദേശം. പക്ഷേ ആ പ്രദേശത്തിനുള്ളിൽ തിങ്ങി താമസിക്കുന്ന പോപ്പുലേഷൻ എന്ന് പറയുന്നത്, ജനസംഖ്യ എന്ന് പറയുന്നത്, ആ പോപ്പുലേഷന്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് ലോകത്തിലെ മഹാനഗരങ്ങളിലെ പോപ്പുലേഷൻ ഡെൻസിറ്റിയേക്കാൾ കൂടുതലാണ്. ജനസാന്ദ്രത ഏറ്റവും കൂടിയ അളവിൽ നിലനിൽക്കുന്ന ടോക്കിയോ പോലുള്ള ഒരു നഗരത്തിൽ, ആ നഗരത്തിലെ ജനസാന്ദ്രതയേക്കാൾ കൂടിയ ജനസംഖ്യ തീർന്നില്ല. ആ ജനസംഖ്യയിൽ കുഞ്ഞുങ്ങളുടെ ജനസംഖ്യ, ചെറുപ്പക്കാരുടെ ജനസംഖ്യ, കുട്ടികളുടെ ജനസംഖ്യ, യുവാക്കളുടെ ജനസംഖ്യ വളരെ വളരെ കൂടുതലാണ്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, മക്കയിൽ അവിടെ ചില അറബി ഗോത്രങ്ങൾ അവരുടെ പെൺമക്കളെ ജീവനോടുകൂടി കുഴിച്ചുമൂടിയ സമയത്ത് ആ കുഴിച്ചുമൂടിയ പെൺമക്കൾ നാളെ പരലോകത്ത് കടന്നു വന്നുകൊണ്ട് അള്ളാഹുവിന്റെ മുന്നിലെത്തുമ്പോൾ അള്ളാഹു അവരോട് ചോദിക്കും, വൈദൽ മൗഊദത്തു സുഇലത് ബിഅയ്യി ദംബിൻ ഖുതിലത്. ജീവനോടെ കുഴിച്ചുമൂടപ്പെട്ട പെൺകുട്ടി, അള്ളാഹു നാളെ ആ പെൺകുട്ടിയോട് ചോദിക്കും, എന്തിനാണ് മോളെ നിന്നെ ജീവനോടെ കുഴിച്ചുമൂടിയത്? ആരാണ് നിന്നെ ജീവനോടെ കുഴിച്ചുമൂടിയത്? എന്ത് കുറ്റമാണ് നീ ചെയ്തത്? എന്ത് അപരാധമാണ് നീ ചെയ്തത്? ഞാൻ നിരപരാധിയാണ് റബ്ബേ, ഞാൻ നിഷ്കളങ്കയാണ് റബ്ബേ. എന്റെ പിതാവ് അയാളുടെ അഹങ്കാരം കൊണ്ട് എന്നെ ജീവനോടുകൂടി മണ്ണിൽ കുഴിച്ചു മൂടുകയായിരുന്നു എന്ന് പറയുമ്പോൾ റബ്ബതിന് പരിഹാരമുണ്ടാക്കുമെന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ ഉറപ്പിച്ച് തന്നെ പറയുക, ഉറപ്പിച്ച് തന്നെ മനസ്സിലാക്കുക. ഈ ഗസ എന്ന് പറയുന്ന ഈ അഭയാർത്ഥി ക്യാമ്പായി മാറിയ ഒരു പ്രദേശം, ഫലസ്തീനിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്ന് 1940-കൾ മുതൽ അങ്ങോട്ട് പലായനം ചെയ്തുകൊണ്ടേയിരിക്കുന്ന തലമുറകൾ ഇല്ലാത്ത സ്ഥലത്ത് സ്ഥലമുണ്ടാക്കി തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശത്ത്, അവിടെ ചെറിയ ചെറിയ ജീവനുകൾ, പൈതനുകൾ അവ ഇങ്ങനെ ചിതറിത്തെറിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ടെങ്കിൽ, അവരുടെ രക്തം ഒഴുകിക്കൊണ്ടേയിരിക്കുന്നുണ്ടെങ്കിൽ, ആ രക്തം കയ്യിലുള്ളവർ, ആ രക്തം കുപ്പായത്തിലുള്ളവർ, ആ രക്തം ശരീരത്തിലുള്ളവർ, ആ രക്തത്തിൽ ഏതെങ്കിലും അർത്ഥത്തിൽ പങ്കുള്ളവർ, അവർ മുഴുവൻ നാളെ പ്രപഞ്ച സട്ടാവിന്റെ മുന്നിൽ അവർ നിൽക്കുക തന്നെ ചെയ്യും. വൈദൽ മൗഊദത്തു സുഇലത് ബിഅയ്യി ദംബിൻ ഖുതിലത്. ഗസയിലെ ചെറിയ ഓരോ പെൺകുഞ്ഞും അവരുടെ മുഖത്ത് നോക്കി ധൈര്യത്തോടുകൂടി അള്ളാഹുവിനോട് അവരെ കുറിച്ച് പരാതി പറയുക തന്നെ ചെയ്യും. അവരുടെ കാര്യത്തിൽ അള്ളാഹു തീരുമാനമെടുക്കാൻ മതിയായവനാണ് എന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയാതെ പോയതാണ് അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നിർഭാഗ്യം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഈ ലോകത്തിൽ അന്യായമായി കൊല ചെയ്യപ്പെട്ട ഒരു മനുഷ്യൻ, ഈ ലോകത്തിൽ അന്യായമായി വധിക്കപ്പെട്ട ഒരു മനുഷ്യൻ, അയാൾ നാളെ പരലോകത്ത് വരും. അയാളുടെ ഛേദിക്കപ്പെട്ട തലയുമായി, അയാളുടെ ഛേദിക്കപ്പെട്ട കണ്ടനാടിയുമായി, അതിൽ നിന്നിങ്ങനെ രക്തം
ധാരധാരയായി ഒഴുകിക്കൊണ്ടിരിക്കും. എന്നിട്ട് അയാളുടെ കൊലയാളിയെ അള്ളാഹുവിന് കാണിച്ചു കൊടുക്കും. റബ്ബേ, ഇയാളാണ് എന്നെ കൊലപ്പെടുത്തിയത് എന്ന് പറയും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്. അതേ, നിഷ്കൃഷ്ടമായ ഒരു നീതിയുടെ ദിവസം കടന്നു വരാനുണ്ട് ഭൂമി വെട്ടിപ്പിടിക്കുവാൻ വേണ്ടി. ഇതാണ് ദൈവരാജ്യം എന്ന് വിചാരിച്ച്, ഇതിലാണ് മോക്ഷം എന്ന് കരുതി പരലോകം എന്ന് പറയുന്ന യാഥാർത്ഥ്യത്തെ വിസ്മരിച്ചുകൊണ്ട് മനുഷ്യ കബന്ധങ്ങൾക്ക് മുകളിൽ അധികാരം സ്ഥാപിക്കുവാൻ ശ്രമിച്ച എല്ലാ ഭീകരവാദികളും നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ മുന്നിൽ അതിനുള്ള ശിക്ഷ അനുഭവിക്കുക തന്നെ ചെയ്യും എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിങ്ങൾ ലോകാവസാനമാകുന്ന സമയത്ത് നിങ്ങൾക്കറിയുമോ, ഭൂമി പിളർന്നിട്ട് സ്വർണത്തെയും വെള്ളിയെയും എല്ലാം ഛർദ്ദിക്കും. അത് കുന്നുകൂടി പുറത്തേക്ക് വരും. അത് കാണുമ്പോൾ ഒരു മനുഷ്യൻ പറയും, ഈ സമ്പത്തിന് വേണ്ടിയാണ് ഞാൻ മനുഷ്യരെ കൊന്നത്. വേറൊരു മനുഷ്യൻ പറയും, ഈ സമ്പത്തിന് വേണ്ടിയാണ് യഥാർത്ഥത്തിൽ ഞാൻ കൊള്ളയും കവർച്ചയും നടത്തിയത്. ഈ സമ്പത്തിന് വേണ്ടിയാണ് ഞാൻ കുടുംബ ബന്ധങ്ങളെ മുറിച്ചത്. പക്ഷെ ആർക്കും ആ സമയത്ത് സമ്പത്ത് വേണ്ടി വരികയില്ല. ഈ സമ്പത്ത് എന്ന് പറയുന്നത്, ഈ വിഭവങ്ങൾ എന്ന് പറയുന്നത്, ഈ ഭൗതിക വിഭവങ്ങൾ എന്ന് പറയുന്നത് എന്തുമാത്രം അർത്ഥശൂന്യമാണ് എന്ന്, നശ്വരമാണ് എന്ന്, നിഷ്പ്രയോജനമാണ് എന്ന് എല്ലാവർക്കും അന്ന് ബോധ്യം വരും. അതിനുവേണ്ടി ഈ കൊടും പാതകങ്ങളൊക്കെ ചെയ്തതിൽ എല്ലാവർക്കും അന്ന് ഖേദം വരും. എല്ലാവർക്കും അതിന്റെ നിരാശ പടരും എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ നമ്മൾ പഠിപ്പിക്കുന്നത്. സഹോദരങ്ങളെ, നമ്മൾ മതം എന്ന് പറയുമ്പോൾ ആ മതത്തിന്റെ പ്രധാനപ്പെട്ട താല്പര്യം ഈ ധർമ്മബോധം നമ്മൾക്കുണ്ടാവലാണ്. ദുന്യാവ് നിസ്സാരമാണ് എന്ന ധർമ്മബോധം. ആ ദുന്യാവിന് വേണ്ടി നമ്മൾ ഒരിക്കലും അക്രമങ്ങൾ പ്രവർത്തിക്കരുത് എന്ന മഹാധർമ്മത്തിന്റെ പാഠം ഞാൻ അവസാനിപ്പിക്കുമ്പോൾ, അബൂദർ ഗഫാരി റളിയല്ലാഹു അൻഹു, മഹാനായ സ്വഹാബി ജുൻദബ് റളിയല്ലാഹു അൻഹു, അതാണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥത്തിലുള്ള പേര്. അദ്ദേഹം ഒരു സ്ഥലത്തിരുന്ന് തന്റെ സുഹൃത്തുക്കൾക്ക് ഉപദേശങ്ങൾ കൊടുക്കുകയാണ്. ആ സമയത്ത് അവർ അദ്ദേഹത്തോട് ചോദിച്ചു, അബൂദർ ഗഫാരി റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, അബൂദറെ, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് താങ്കൾ കേട്ട എന്തെങ്കിലും ഒന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരുമോ? അബൂദർ അവർക്ക് പറഞ്ഞു കൊടുത്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അബൂദർ പറഞ്ഞു കൊടുത്തു, ജനങ്ങളെ കാണിക്കുവാൻ വേണ്ടി ആരാധനാകർമ്മങ്ങൾ അനുഷ്ഠിക്കുന്ന ഒരു മനുഷ്യനുണ്ടെങ്കിൽ, ജനങ്ങൾക്കിടയിൽ സൽപ്പേരുണ്ടാകുന്നതിന് വേണ്ടി നന്മകൾ ചെയ്യുന്ന ഒരു മനുഷ്യനുണ്ടെങ്കിൽ, നാളെ പരലോകത്ത് അള്ളാഹു അയാളെ തുറന്നു കാണിക്കും, അയാളുടെ ഉദ്ദേശങ്ങളെ തുറന്നു കാണിക്കും, അയാളെ എക്സ്പോസ് ചെയ്യും എന്ന് അബൂദർ ഗഫാരി റളിയല്ലാഹു അൻഹു പറഞ്ഞു. ആത്മീയതയുടെ കാതലാണിത്. നമ്മുടെ ലക്ഷ്യം പരലോകമാവുക എന്നത്, നമ്മുടെ ലക്ഷ്യം അള്ളാഹുവിന്റെ തൃപ്തിയാവുക എന്നത്, നമ്മുടെ ലക്ഷ്യം ദുന്യാവ് നമ്മുടെ ലക്ഷ്യത്തെ മലിനമാക്കാതിരിക്കുക എന്നത് ആത്മീയതയുടെ കാതലാണ്. പിന്നെയും അബൂദർ ഗഫാരി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ആരെങ്കിലും ഇഹലോകത്ത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയാൽ, ആരെങ്കിലും ഇഹലോകത്ത് ജനങ്ങളെ കഷ്ടപ്പെടുത്തിയാൽ, ആരെങ്കിലും ഇഹലോകത്ത് ജനങ്ങളെ മർദ്ദിച്ചാൽ, ആരെങ്കിലും ഇഹലോകത്ത് ജനങ്ങളെ പീഡിപ്പിച്ചാൽ, നാളെ പരലോകത്ത് അള്ളാഹു അയാളെയും ബുദ്ധിമുട്ടിക്കും, അയാളെയും കഷ്ടപ്പെടുത്തും, അയാൾക്കും പ്രയാസങ്ങൾ കൊടുക്കും എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് ഞാൻ പറയുന്നു. സഹോദരങ്ങളെ, നമ്മള് ഇസ്രായേലിനെ പോലുള്ള ഒരു ഭീകര രാഷ്ട്രം ഗസയിലെ കുഞ്ഞുങ്ങളോട് ചെയ്യുന്ന ഈ കൊടിയ അനീതിയുടെയും അക്രമത്തിന്റെയും സാക്ഷികളാകുന്ന സമയത്ത് അവിടെയുള്ള മനുഷ്യർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനൊപ്പം ഇതേപോലെയുള്ള ദുന്യാവ് വെട്ടിപ്പിടിക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ടുള്ള അക്രമ പ്രവർത്തനങ്ങൾ, മറ്റു മനുഷ്യർക്കു നേരെയുള്ള അതിക്രമങ്ങൾ നമ്മളിൽ നിന്നുണ്ടാകുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ കൂടി നമ്മൾ തയ്യാറാവുക. നമ്മളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന അള്ളാഹു നാളെ പരലോകത്ത് അതിന് തത്തുല്യമായ തരത്തിൽ നമ്മളെയും കഷ്ടപ്പെടുത്തുമെന്ന പാഠമാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവിടെ അവശേഷിപ്പിക്കുന്നത്. അബൂദർ ഗഫാരി ഉപദേശം തുടർന്നുകൊണ്ടിരുന്നു. നമുക്ക് ആ ഹദീസിൽ കാണാൻ കഴിയും. അദ്ദേഹം തുടർന്നു പറഞ്ഞു, അദ്ദേഹത്തിന്റെ ചുറ്റുമുള്ളവരെ ഉപദേശിച്ചു, നിങ്ങൾ ശുദ്ധീകരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളുടെ ആമാശയമാണ്. നിങ്ങളുടെ ആമാശയത്തെ ശുദ്ധീകരിക്കണം, നിങ്ങളുടെ വയറിനെ ശുദ്ധീകരിക്കണം. സാധ്യമാകുന്ന വിധത്തിൽ നിങ്ങളുടെ ഭക്ഷണത്തിന്റെ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ഒരിക്കലും ഹലാലല്ലാത്ത, ത്വയ്യിബല്ലാത്ത, അനുവദനീയമായ മാർഗത്തിലൂടെ സമ്പാദിച്ചതല്ലാത്ത ഒന്നും നിങ്ങളുടെ വയറിലേക്ക് പോകുന്നില്ല എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക. അങ്ങനെ ഉറപ്പുവരുത്താൻ കഴിഞ്ഞാൽ അതൊരു വലിയ നേട്ടമായിരിക്കും. നിങ്ങൾ നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു പടിയായിരിക്കും അത് എന്ന് അദ്ദേഹം പറഞ്ഞു. തുടർന്ന് വീണ്ടും അദ്ദേഹം പറഞ്ഞു, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ മുമ്പിൽ, മരണാനന്തര ജീവിതത്തിൽ അള്ളാഹുവിന്റെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്കും അള്ളാഹുവിനും ഇടയിലുള്ള
ഇടയിലുള്ള തടസ്സമായി, നിങ്ങൾക്കും സ്വർഗപ്രവേശനത്തിനും ഇടയിലുള്ള തടസ്സമായി നിങ്ങളുടെ കയ്യിൽ ഒരു കൈക്കുമ്പിളിൽ ഒതുങ്ങുന്ന ചോര പോലും ഇല്ലാതിരിക്കുവാൻ നിങ്ങൾ ശ്രദ്ധിക്കണേ എന്ന് അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു അവിടെ ചുറ്റുമുണ്ടായിരുന്ന ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അദ്ദേഹം ഉപദേശിക്കുകയാണ്, കയ്യിൽ ചോരയുണ്ടാവരുത്. അതെത്ര ചെറുതാണെങ്കിലും ഉണ്ടാകരുത്, എത്ര കുറഞ്ഞ അളവിലാണെങ്കിലും ഉണ്ടാകരുത്. ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യനോട് ചെയ്യാൻ കഴിയുന്ന മഹാപാതകമാണത്, കൊടും കുറ്റകൃത്യമാണത്, ആത്മീയതയുടെ ഒന്നാം പാഠമാണത്. മറ്റു മനുഷ്യരെ ആക്രമിക്കരുത്, ഹിംസിക്കരുത്, അവരുടെ ചോര കയ്യിലാക്കരുത്, അവരുടെ അവകാശങ്ങളെ ചവിട്ടിപതിക്കരുത് എന്ന് പഠിപ്പിച്ച പരിശുദ്ധ പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്ദേശത്തിന്റെ പ്രതിധ്വനിയാണ് ഈ മഹാനായ സഹാബിയുടെ വർത്തമാനങ്ങളിൽ നമ്മൾ കാണുന്നത്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ ലോകം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. ഇതൊരു പരീക്ഷണശാല മാത്രമാണ്. ഇത് താൽക്കാലികമായൊരു ലോകം മാത്രമാണ്. ഈ ലോകത്ത് നമ്മൾ വേദന കാണുന്നുണ്ടെങ്കിൽ, കണ്ണുനീര് കാണുന്നുണ്ടെങ്കിൽ, കഷ്ടപ്പാട് കാണുന്നുണ്ടെങ്കിൽ, ചിതറിത്തെറിക്കുന്ന ചോര കാണുന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും മനസ്സിലാക്കരുത് വേട്ടക്കാരാണ് വിജയികൾ, ഇരകൾ പരാജയപ്പെട്ടവരാണ് എന്ന്. അല്ല, ഈ ദുന്യാവിലെ ജീവിതം യഥാർത്ഥ ജീവിതമേയല്ല. ആരാണ് വിജയിക്കുന്നത് എന്ന് പരീക്ഷിക്കുവാൻ വേണ്ടി അള്ളാഹു സൃഷ്ടിച്ചൊരു പരീക്ഷണശാല മാത്രമാണിത്. അവിടെ അത് മറന്നുകൊണ്ട് അധികാരത്തിന്റെ ഹുങ്കിൽ മറ്റു മനുഷ്യരെ ചവിട്ടി മെതിക്കുന്നവർ, അവരാരാണെങ്കിലും ശരി, അവർ പരാജയപ്പെടുക മാത്രമാണ് ചെയ്യുന്നത്. അവർ ഒഴുക്കുന്ന ഓരോ ചോരത്തുള്ളിക്കും നാളെ പരലോകത്ത് അവർ അള്ളാഹുവിന്റെ മുന്നിൽ കണക്ക് തീർത്ത് മറുപടി പറയേണ്ടി വരും എന്ന ബോധം, ഈ ബോധം എല്ലാ മനുഷ്യരിലേക്കും പ്രസരിപ്പിക്കുവാനും അവരെ മാനവികതയുടെ മൂലപാഠങ്ങളിൽ ഇസ്ലാമിക പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ ഊട്ടിയുറപ്പിക്കുവാനും അങ്ങനെ ഈ വെളിച്ചം ലോകം മുഴുവൻ പടർത്താനും നമ്മൾ തയ്യാറാവുക. അതിന് ഇതേപോലെയുള്ള സമ്മേളനങ്ങളും പ്രചാരണ പരിപാടികളുമെല്ലാം ഉപകരിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.